ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് കേൾക്കുമ്പോ നമുക്ക് കൂടുതലായിട്ട് ഇത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേക്കാളും നല്ലത് ഈ രണ്ട് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അതായത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് കുറെ കാര്യങ്ങൾ നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ പറയേണ്ടി വരും. പക്ഷെ ഇതിനെ സംബന്ധിക്കുന്ന രണ്ട് ചോദ്യം ചോദിക്കാറുള്ളൂ. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഈ 2 ചോദ്യം മാത്രം പഠിക്കാം. അത് തന്നെ സംഭവം. നമ്മള് സോപ്പിന്റെ കുമ്പള, നമ്മള് ബബിൾസ് ഉണ്ടല്ലോ, ബബിൾസ്, സോപ്പ് കുമ്പളയില്ലേ, നമ്മൾ ഈ ബബിൾസ് ഇല്ലേ പിള്ളേരൊക്കെ കളിക്കുന്ന, അത് ലൈറ്റ് അടിക്കുമ്പോ അതിലൊരു ഷെയ്ഡ് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ മഷിയൊക്കെ വെള്ളത്തിൽ വീണ് കഴിയുമ്പോ ഒരു കളർ കണ്ടിട്ടില്ലേ? മഴവില്ല് പോലെയൊക്കെ തന്നെ എല്ലാ കളറും. പക്ഷെ അതിനൊന്നും ഒരു പ്രത്യേക പാറ്റേണോ ഓർഡറോ ഒന്നും ഉണ്ടാവില്ല. കണ്ടിട്ടില്ലേ? മനസ്സിലാവണില്ല? നമ്മുടെ ബബിൾസ് ഇല്ലേ, ബബിൾസ്, കോമള കയ്യിലൊക്കെ നമ്മള് അതിലേക്ക് വെളിച്ചടിക്കുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു കളർ ഇങ്ങനെ കോട്ട് ചെയ്ത് പോകണത്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 എക്സാമ്പിളേ ഉള്ളൂ. ഈ സോപ്പ് കുമിളയിലുള്ള വർണ്ണരാജി, സോപ്പ് കുമിളയിൽ വരുന്ന അതിനുള്ള കാരണം എന്താണ്? പിന്നെ അതേപോലെ എണ്ണ, വെള്ളത്തിലൊക്കെ എണ്ണയൊക്കെ ഓയിലൊക്കെ വീണ് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കളേഴ്സ് വരില്ലേ, അതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ മഷി വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ ഒക്കെ വരും, അതിന്റെ കാരണം എന്താണ്? ഉത്തരം ഇന്റർഫറൻസ് എന്നാണ്. ഈ 2 എക്സാമ്പിൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ലൈറ്റ് വരുമ്പോ ലൈറ്റിലുള്ള വേരിയേഷൻസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നും വേണ്ട. ഇപ്പൊ തൽക്കാലം നമ്മൾ പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നു. ഈ 2 എക്സാമ്പിൾ പഠിക്കുക. എന്താണ് ഇന്റർഫറൻസ്? ഇത് എഴുതണം, ഇത് എഴുതി വെക്കണം, ഇത് ചോദിക്കാറുണ്ട്. ഈ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഇന്റർഫിയർ എന്ന് പറഞ്ഞ ഒരു സാധനം ഓർമ്മ വരുന്നുണ്ടോ? ഇന്റർഫിയർ, തടസ്സപ്പെടുത്തുക. ഇംഗ്ലീഷിൽ ഇന്റർഫിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഇന്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. ഇവിടെയും ഒരു തരം തടസ്സപ്പെടുത്തലാണ് സത്യം പറഞ്ഞ. അതായത് ഈ ലൈറ്റിന്റെ ഈ വരുന്ന ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ ആ കോമളയുടെ മുകളിൽ തടസ്സപ്പെട്ടുകൊണ്ട് തോന്നിയ പോലെ ആവുകയാണ്. ഓക്കെ, ഈ വരുന്ന ലൈറ്റ് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്കോ ഇതിലേക്കോ പോവാതെ അതിന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയി തോന്നിയ പോലെ ആവും. ഈ രണ്ട് സാധനം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് എഴുതണം. ഈ 2 പരീക്ഷയ്ക്ക് ചോദിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സോപ്പ് കുമിളയിലുള്ള വർണ്ണരാജി അല്ലെങ്കിൽ എണ്ണപ്പാടയിൽ ഉണ്ടാവുന്ന കളർ വേരിയേഷൻ, ഇതിലൊക്കെ ഉള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്റർഫിയറൻസ് ആണ്. അപ്പൊ ഈ 2 എക്സാമ്പിൾ നമ്മൾ എന്തായാലും എഴുതണം. ഇത് എഴുതി വെക്കൂ, നോട്ട് ചെയ്യൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ഈ 2 സാധനം ചോദിക്കുക. നമ്മൾ എക്സാമ്പിൾ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഇത് എഴുതാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻഡൽ എഫക്റ്റ്. അതിന് മലയാളം ഇല്ല, ടിൻഡൽ പ്രഭാവം എന്ന് പറയും. അതിപ്പോ എഴുതി തരാം. ഓക്കെ, ടിൻഡൽ, ഇതിന് മലയാളം ഇല്ല. ഇത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ, ടിൻഡൽ എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ആദ്യം മൈൻഡിൽ വരുന്ന ഒരു കാർട്ടൂൺ ആരാ? കാർട്ടൂൺ ടിൻഡൽ, ടിൻറ്റുമോൻ അല്ലെ? ടിൻറ്റുമോൻ കേട്ടല്ലേ? ഈ ടിൻറ്റുമോൻ പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാർട്ടൂൺ കഥാപാത്രം ഉണ്ട്, ഈ ലഡ്ഡു ഒക്കെ തിന്നുന്ന ഒരാള്. അതാരാ? ചോട്ടാ ഭീം. അപ്പൊ ടിൻറ്റുമോൻ ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ ചോട്ടാ ഭീം ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്ക്. അപ്പൊ ഇയാളുണ്ട്, ടിൻറ്റുമോൻ ഉണ്ടെങ്കിൽ ഒപ്പം ഒരാളുണ്ടാവും. ആരാണ്? ചോട്ടാ ഭീം അല്ലേ? ഇവര് രണ്ടുപേരും കാർട്ടൂൺ കഥാപാത്രം അല്ലേ? അപ്പൊ ചോദ്യത്തില് ഭീം എന്നുള്ള സാധനം കണ്ടാൽ അതിന് ഉത്തരം ടിൻറ്റുമോനാണ്, ടിൻഡലാണ്. ഓക്കെ, അതായത് ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ നേരത്തെ അപവർത്തനം പറഞ്ഞപ്പോ നമ്മൾ കീവേഡ് പഠിച്ചു, തോന്നലാണ് എന്ന്.
ഇവിടെ ശക്തിയായിട്ടൊരു ബന്ധമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മള് ബീം എന്ന് പറയുന്ന സാധനം, കുട്ടി കരഞ്ഞോളും, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നോക്കാം. ചോദ്യം ശ്രദ്ധിക്കുമ്പോ നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ വീടിന്റെ ഓടില്ലേ, ഓട് പൊട്ടിയെ കൂടെ വെളിച്ചം വരുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാ വരിക? ഒരു ബീം പോലെയല്ലേ വരിക? മീൻസ് നമുക്കൊരു കുഴല് പോലെ തന്നെ ഫീൽ ചെയ്യും. അതിനാണ് ബീം എന്ന് പറയുന്നത്. ബീം ഇല്ലേ? അല്ലെങ്കിൽ രാവിലെ ഈ മഞ്ഞുള്ള സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴൊക്കെ നോക്കിയാൽ നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്ന ആൾക്കാരാ? നേരത്തെ എണീക്കോ? നേരത്തെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും? അല്ലെ? പുലർച്ചെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്ന എല്ലാവരും അല്ലേ നിങ്ങള്? അല്ലെ? എല്ലാവരും 8 മണിക്കൊക്കെ അല്ലേ എണീക്കണം? 7-8 മണി. അപ്പൊ എല്ലാരും കാണും. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, നേരത്തെ എണീറ്റ് മഞ്ഞുള്ള സമയത്തൊക്കെ എണീറ്റ സൂര്യന്റെ പ്രകാശം മരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഈ കാട്ടിന്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ വെളിച്ചം വീണത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ബീം, അതിന്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റില്ലേ? അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചാൽ മതി. മഞ്ഞുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം ഒരു ബീമായിട്ട് വരുന്നത് പോലെ തോന്നും. ശ്രദ്ധിക്കുക, ബീമായിട്ട് വരുന്നത് പോലെ തോന്നും. ദ കീവേഡ് ബീം. ഓക്കെ. അടുത്തത് ഓട് അല്ലെങ്കിൽ ദ്വാരം വീണ ഓടിലൂടെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രകാശം, അതിന്റെ സഞ്ചാരപാത ഒരു ബീമായിട്ട് കാണും. ഓക്കെ, ബീമായിട്ട് കാണും. ഞാൻ വീണ്ടും പറയുന്ന വേർഡ് ഏതാ? ബീമായിട്ട്. മഞ്ഞുള്ള സമയത്ത് നമ്മൾ ഫോഗ് ലാമ്പ് ഇല്ലേ, വണ്ടിയുടെ മഞ്ഞ കളർ ഫോഗ് ലാമ്പ്, അതിന്റെ പാതയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് വെളിച്ചം കറക്റ്റ് ആയിട്ട് ഒരു ബീം പോലെ കാണാം. അല്ലെങ്കിൽ ടോർച്ചിന്റെ വെളിച്ചം, ടോർച്ചൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അതിന്റെ വെളിച്ചം നമ്മൾ കറക്റ്റ് ഒരു ബീം പോലെ കാണാം. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ സാധനം എന്താ? ബീം. അപ്പൊ ബീം ഉണ്ടെങ്കിൽ ചോദ്യത്തിന്റെ കൂട്ടുകാരൻ ആരായിരിക്കും ഉത്തരം? ടിൻഡു മോൻ. അപ്പൊ ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഇതിനെ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ അങ്ങനെയും പറയണല്ലോ, സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിശ്രിതങ്ങളുണ്ട്, മിക്സ്ചേഴ്സ്. വെള്ളത്തിന്റെ പലതരം മിക്സ്ചേഴ്സ് ഉണ്ട്, പല രൂപങ്ങള്. അതിൽ കൊളോയിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ പാലില്ലേ, നമ്മൾ കുടിക്കണ പാലില് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയെന്ന് വിചാരിക്കാം. നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി, അതേപോലെ സാധാരണ കുറച്ച് വെള്ളം വെച്ച് ടോർച്ച് അടിച്ച് നോക്കി. രണ്ടെന്നും വെളിച്ചം പുറത്തേക്ക് വരുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ടോർച്ച് വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുന്ന അതിന്റെ സ്ട്രക്ചർ ആയിരിക്കില്ല പാലിന്റെ ഇത് കൂടെ. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഒരു കുപ്പി ഗ്ലാസ്സിൽ ഇത്തിരി പാലെടുത്തിട്ട് ഒരു ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുക. സാധാരണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു നോക്ക്. ഏതെന്നാണ് പുറത്തേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാണാൻ നോക്കാം. അപ്പൊ അതേപോലെ അന്തരീക്ഷത്തില് ഈ പാല് പോലെ തന്നെ ഉള്ള മിശ്രിതങ്ങളെ നമ്മൾ കൊളോയിഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള മിക്സേഴ്സിൽ വരുമ്പോൾ ഇതിന്റെ സഞ്ചാര പാത കൃത്യമായി ഒരു ബീം പോലെ കാണും. ആ പ്രതിഭാസത്തിനാണ് എന്ത് പറയുന്നത്? ടിൻഡൽ എഫക്റ്റ്. അതിന്റെ എക്സാമ്പിളുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താ? നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പൊട്ടിയ ഓടിന്റെ ഉള്ളിൽ കൂടെയുള്ള വെളിച്ചം, പൊട്ടിയ, എഴുതിക്കോട്ടോ, ഇത് വേണം. അടുത്തത് വനത്തിനുള്ളില് ലൈറ്റ് പതിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഫോഗ് ലാമ്പ് എന്നുള്ള വെളിച്ചം. ചുരുക്കി പറഞ്ഞ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെയൊക്കെ ഒപ്പം ചേർത്ത് എന്ത് പറയണം? പൊട്ടിയ ഓടിലൂടെ വെളിച്ചം കടന്നു വരുമ്പോ ഒരു ബീം പോലെ അതിന്റെ സഞ്ചാരപാത കാണുന്നു. ബീം പോലെ അത് എഴുതണം, അത് അങ്ങനെ തന്നെ എഴുതണം. ഇതിന്റെ എക്സാമ്പിളുകളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ സഞ്ചാരപാത എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത് ടോർച്ച് ആണെങ്കിൽ, എനിക്ക് വരയ്ക്കാൻ അറിയില്ല, സപ്പോസ് ഇതാണ് ടോർച്ച് എന്ന് വിചാരിച്ചോളൂ. ഈ ടോർച്ച് നിന്ന് ലൈറ്റ് വരുമ്പോ
ഈ രീതിയിലായിരിക്കും വെളിച്ചം വരിക. അതേപോലെ ഇത് ഓട് പൊട്ടിയിട്ട് വെളിച്ചം വരികയാണെങ്കിൽ ഇത് ഓട് പൊട്ടിയതാണെങ്കിൽ ഇതിന് വെളിച്ചം വരുമ്പോൾ ഇതിന്റെ ആ കറക്റ്റ് സഞ്ചാരപാത ഇതുപോലെ ആയിരിക്കും. കണ്ടോ, ഇതൊരു ബീം പോലെയല്ലേ? ടോർച്ചിന്ന് വെളിച്ചം വരുമ്പോ നമ്മൾ കൃത്യമായി ഇത് പൊട്ടിയ ഓടിന്റെ ഓക്കെ. അപ്പൊ ഇതാണ് കീ വേർഡ് ബീം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ബീം എന്ന് പറഞ്ഞ് ചേർത്ത് പറയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബീം പോലെ എന്ന് വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ബീം ഉണ്ടാവണം എന്ന് വിചാരിക്കരുത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? പൊട്ടിയ ഓടിലൂടെയുള്ള വെളിച്ചം ബീം പോലെ, അല്ലെങ്കിൽ വനത്തിനുള്ളിലുള്ള പ്രകാശം ബീം പോലെ, ഫോഗ് ലാമ്പ് എന്നുള്ള വെളിച്ചം ബീം പോലെ എന്ന് പറഞ്ഞിട്ട് ബീം പോലെ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ബീമിന്റെ ഒപ്പം ഈ ടിൻറ്റു ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതാ കേട്ടോ. മറ്റേത് ഇപ്പൊ തോന്നിയൊരു ബുദ്ധിയാ. പാലില്ലേ, പാല് അല്ലെങ്കിൽ അങ്ങനെ പാല് പോലെയുള്ള മിശ്രിതങ്ങൾ കൂടെയൊക്കെ പോകുമ്പോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് പാല്. ഈ അന്തരീക്ഷത്തിലുള്ള അങ്ങനത്തെ കൂടെയാണ് പാല് പോലെ. അത് മിക്സേഴ്സിന്റെ വേറെ തരമാണ്. കെമിസ്ട്രി ഒക്കെ എടുക്കുമ്പോൾ അതില് ഫോഗ് ലാമ്പ്, മഞ്ഞിൽ വണ്ടി ഓടിക്കുന്ന ലൈറ്റ്. ഈ കൊളോയിഡ് എന്താണ്, അല്ലെങ്കിൽ സസ്പെൻഷൻ എന്താണ്, സൊല്യൂഷൻ എന്താന്നുള്ളതൊക്കെ ഇനി വേറെ ഭാഗങ്ങളുണ്ട് കെമിസ്ട്രിയിൽ. അപ്പൊ അത് പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു തരും. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇനി ആ ടിൻഡൽ എഫക്ട് മനസ്സിലായി? മായ്ച്ചോട്ടെ. അത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ പഠിപ്പിക്കാത്ത ചോദ്യം വന്ന ഉത്തരം അതാണ്. ടൈം കഴിഞ്ഞതല്ല, എല്ലാം പഠിക്കണേക്കാളും നല്ലത് ഒന്ന് ഒഴിവാക്കണതല്ലേ. ഇത്രയും പറഞ്ഞില്ലേ? ഇതിൽ പെടാത്ത ചോദ്യം ചോദിച്ചാൽ 90% മറ്റേതായിരിക്കും ഉത്തരം. ഞാൻ പറഞ്ഞുതരാം, അത് വേറെ. ആദ്യം നമ്മൾ അങ്ങനെ പഠിക്കേ, പക്ഷെ നമുക്ക് പറഞ്ഞു പോകേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് തന്നെ, പ്രതിഭാസം തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. മലയാളത്തിൽ അതിനെ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയും. എഴുതാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സിമ്പിൾ ആയിട്ട് പറയാം. ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ ഇതിങ്ങനെ നല്ല തിളങ്ങണ ഒരു സാധനം കണ്ടില്ലേ, ഈ പൂ പോലെ നല്ല തിളക്കമുള്ള ഒരു നാര്, ഒരു ഹെയർ പോലെ. ചേച്ചിക്ക് മനസ്സിലായില്ലേ സംഭവം? അത് തന്നെ, നല്ല മിന്നണത്. അത് തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ കേബിൾ ഇല്ലേ, ടെലിഫോണിന്റെ കേബിള്, ചേച്ചി അത് പറയൂ. ഈ ടെലിഫോൺ അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ടെലിഫോണിന്റെ കേബിള്, ഭൂമിയുടെ അടിയിൽ കൂടെ പോണ കേബിളില് ഉപയോഗിക്കുന്നത് ഇതാണ്. ഈ രണ്ട് എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഇത് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് എക്സാമ്പിളുകൾ മാത്രം പറഞ്ഞു വെക്കാം. ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇനി അതിൽ എന്താണ് ക്രിട്ടിക്കൽ കോൺ, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയണം. അപ്പൊ നമുക്ക് തൽക്കാലം അതിങ്ങനെ നിർത്താം. ഇതുവരെ മനസ്സിലായോ? ഇനി ഇത് നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ അപവർത്തനം പറഞ്ഞില്ലേ, അപവർത്തനത്തിൽ നമ്മൾ ഇതിങ്ങനെ തട്ടിക്കൂട്ടായിട്ട് പറയണം കേട്ടോ. അതായത് നമ്മൾ
ഇങ്ങനെ വന്നിട്ട് ഈ സാധനം ഇങ്ങോട്ടേക്ക് വരുന്നല്ലേ പറഞ്ഞേ. ഇതിന്റെ ചെരിവിനനുസരിച്ച് ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിന്റെ ചെരിവ് ഇങ്ങനെ ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇത് എത്രത്തോളം ചെരിയണോ ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോ ആ വസ്തുവിലേക്ക് തന്നെ അത് റിഫ്ലക്ട് ചെയ്യും, അതിന്റെ ഉള്ളിൽ തന്നെ കടന്ന് റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ഡയമണ്ട് ഇങ്ങനെയല്ലേ, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം ഏകദേശം ഇങ്ങനെ, ഇത് വജ്രമാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ ലൈറ്റ് കടത്തി വിടുമ്പോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ സെക്ടേഴ്സ് ആണ്, ഓരോ കട്ട. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലൈറ്റ് പുറത്ത് കടക്കണതിന് മുന്നേ ഇതിന്റെ ഉള്ളിൽ തന്നെ കടന്ന് എന്ത് ചെയ്യും, കളിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇതിന്റെ ലൈറ്റ് ഇങ്ങനെ ഉള്ളിൽ കയറി, അപ്പൊ ഇവിടെ വരുമ്പോൾ വീണ്ടും ഇതിനുള്ളിൽ വീണ്ടും ഇങ്ങനെ കുറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിനു ശേഷമാണ് ഇതിനൊന്ന് പുറത്ത് പോകാൻ പറ്റുക. ഒരുപാട് തവണ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കടന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇതിന്. അപ്പൊ അത്രയും നേരം ഇത് എന്ത് ചെയ്യും, ഷൈനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് വജ്രം എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം വജ്രത്തിനുള്ള ലൈറ്റ് അടിക്കുന്തോറും ഇതിന് പുറത്ത് പോകാൻ പറ്റാതെ ഇതിന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ അത്രയും ഷൈനിങ് വരും. ഈ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ടെലിഫോൺ കേബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടെലിഫോൺ കേബിൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ടെലിഫോൺ കേബിൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കയറ്റി വിടുന്ന സാധനം ഇവിടെ വെച്ച് ഇവിടെ തട്ടും. ഈ ചിത്രം നോക്കും ചേച്ചി, ഇത് നോക്കാൻ പറയണേ. ഇവിടെ തട്ടി കഴിയുമ്പോ അത് ഇവിടെ തട്ടും, ഇത് ഇവിടെ തട്ടും. ഇങ്ങനെ തട്ടി ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ റിഫ്ലക്ഷൻ നടക്കുന്നത്. അങ്ങനെ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള റിഫ്ലക്ഷൻ നോക്കുക. നിങ്ങൾ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നാണ്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളില്, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അത്രയും ടോട്ടലായിട്ട് അതിന്റെ ഉള്ളിൽ നടക്കുന്ന ആകെ കടന്നുള്ള പ്രതിഫലനത്തിന്റെ ഫലമായിട്ട് ഇത് ഇങ്ങനെ തിളങ്ങും. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഇതിന്റെ ഈ റേ കുറെ നേരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ദൂരെ. അത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് വിളിക്കുമ്പോഴൊക്കെ നമുക്ക് അപ്പുറമുള്ള രാജ്യങ്ങളൊക്കെ ഫോൺ വിളിക്കാനൊക്കെ പറ്റണത് ഈ കടലിന്റെ അടിയിൽ കൂടെയൊക്കെയാണ് കേബിൾ വിട്ടിരിക്കുന്നത് പറയുന്നത്. പിന്നെ സാറ്റലൈറ്റ് ഒക്കെ. അപ്പൊ ഇത് രണ്ടെണ്ണം പഠിച്ചാൽ മതി. എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ രണ്ട് എക്സാമ്പിൾ ഇത് എഴുതണം. എഴുതിയോ? ഇത് മായിച്ചോട്ടെ.